എല്ലാവർക്കും വിജയനമ്പ് ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അവിടെ ഇങ്ങോട്ടേക്ക് മോൾട്ടേക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ നോൺ എ സി ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സാണ്. നമ്മുടെ തലസ്ഥാന നഗര കാഴ്ചകൾക്കായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനാണ് 2 ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സുകൾ വാങ്ങിയിട്ടുള്ളത്. KSRTC സ്വിഫ്റ്റ് ആണ് ഇതിന്റെ ഓപ്പറേഷൻ. KSRTC സ്വിഫ്റ്റ് KSRTC തന്നെ ബഡ്ജറ്റ് ടൂറിന് വേണ്ടിയിട്ടാണ് ഈ വണ്ടികൾ ഓടിക്കുവാൻ പോകുന്നത്. ഏകദേശം 2 കോടിയാണ് ഒരു ബസ്സിന്റെ വില എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ താഴെ വന്നിട്ട് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ബസ്സിന്റെ ഫ്രണ്ട് ലുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ കളർ നിങ്ങൾ എവിടെ കണ്ടുപിടിച്ചുണ്ടോ? നമ്മുടെ മുഖ്യമന്ത്രി സഞ്ചരിച്ചിരുന്ന നവകേരള ബസ്സിന്റെ അതേ കളർ തീമിലാണ് നമ്മുടെ ഈ ഒരു ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ് ഇറക്കിയിട്ടുള്ളത്. ചോക്ലേറ്റ് കളറിൽ ഗോൾഡൻ തീമിലുള്ള ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. വണ്ടിയുടെ ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ മാക്സിമം പവർ വരുന്നത് 315 HP ആണ്. അതുപോലെ ടോർക്ക് 3100 Nm ടോർക്കാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. 1.5 മണിക്കൂർ മുതൽ 3 മണിക്കൂർ ചാർജ് ചെയ്യുകയാണെങ്കിൽ വണ്ടി 250 കിലോമീറ്റർ വരെ ഓടുമെന്നാണ് കമ്പനി വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ ഡബിൾ ഡെക്കർ ഇലക്ട്രിക് ബസ് ഇറക്കിയിട്ടുള്ളത് UK നോർത്ത് യോർക്ക്ഷയർ ആസ്ഥാനമായിട്ടുള്ള സ്വിച്ച് മൊബിലിറ്റി എന്നുള്ള കമ്പനിയാണ്. ഇന്ത്യയിൽ വരുമ്പം നമ്മുടെ ലൈലൻഡിന്റെ സബ്സിഡറി കമ്പനിയായിട്ട് വന്നിട്ടുള്ളത്. ചേസും എല്ലാം ബാക്കിയെല്ലാം ലൈലൻഡാണ്. അതിന്റെ ഫ്രണ്ട് ലുക്കിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് കൗൾ പോർഷൻ ആണെങ്കിൽ ഒരൊറ്റ ഒരു ഇതിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ചെറിയൊരു ഷെയ്ഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ സ്വിച്ചിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം സിറ്റി സൈറ്റ് സീയിങ് എന്നുള്ളതാണ് ഈ ഒരു ബസ്സിന് ഒരു പേര് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ പോർഷനിലേക്ക് പോകുമ്പോൾ ഇവിടെ 2 പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ഉണ്ട്. താഴെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. താഴെ ഒരു ഫോഗ് ലാംപ്സ് വന്നിട്ടുണ്ട്. അതുപോലെ സെൻട്രലിൽ ഇലക്ട്രിക് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ പച്ച കളറിലുള്ള നമ്പർ പ്ലേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. താഴെയായിട്ടൊരു റെഡ് ലൈന് ഇതിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത്രയും ഈ ഒരു കൗൾ പോർഷൻ തൊട്ട് മുകളിൽ വരെ ഫുൾ ഒരു ഗ്ലാസ് പോർഷനാണ് ചെയ്തിട്ടുള്ളത്. ഇത്ര വരെ ഫ്രണ്ട് ഗ്ലാസ് പോർഷൻ. അതിന് ശേഷം ഒരു LED ഡിസ്പ്ലേ ബോർഡ്. മുകളിലത്തെ ഡെക്കിലുള്ളത് ഫുൾ കവർ ചെയ്തിട്ടുള്ള ഒരു ഗ്ലാസ് ആണ്. അതിന്റെ സൈഡിലായിട്ട് നമ്മളത് സിറ്റി റൈഡിന് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ മരങ്ങളിലൊക്കെ തട്ടാൻ സാധ്യത കൊണ്ട് തന്നെ സൈഡ് വശത്തേക്ക് 2 കമ്പികൾ വെച്ച് സേഫ് ഗാർഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ പോർഷനിലായിട്ട് ഇവിടെ ഒരു ഫ്രണ്ട് വ്യൂ കിട്ടുന്നതായിട്ടുള്ള മിറർ കൊടുത്തിട്ടുണ്ട്. ആ സൈഡിലായിട്ടും ഒരു തള്ളി നിൽക്കുന്ന മിറർ കൊടുത്തിട്ടുണ്ട്. ബട്ടർഫ്ലൈ വൈപ്പേഴ്സ് വന്നിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ ഡബിൾ ഡെക്കർ ബസിന്റെ ഒരു ഫ്രണ്ട് ലുക്ക് വരുന്നത്. അപ്പൊ നമുക്ക് ഡ്രൈവർ പോർഷന്റെ ലുക്കിലേക്ക് നോക്കിയാൽ ഇവിടെ ഡ്രൈവർ ഡോർ ഈ ഒരു പോർഷനിൽ അതിന് ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഭാഗത്തായിട്ട് ക്വാർട്ടർ ഗ്ലാസ് വരുന്നുണ്ട്. എയർ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്റ്റെപ്പ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ ബ്ലാക്കില് ബീഡിംഗ് ആണ് വീലാസിന് കൊടുത്തിട്ടുള്ളത്. വണ്ടിയുടെ ടയർ സൈസ് വരുന്നത് 295/80 R22.5 സൈസിലുള്ള ടയേഴ്സ് ആണ് വണ്ടിക്ക് വെച്ചിട്ടുള്ളത്. അതിലൂടെ ഇതിന്റെ എമർജൻസി എക്സിറ്റ് ഡോർ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ എല്ലാം ഒരു ഡിക്കി സ്പേസ് ഓപ്പണിംഗ് ഇത്രയും പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം സിറ്റി സൈറ്റ് സീയിങ് എന്നുള്ള ഈ ഒരു വണ്ടിയുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ഫസ്റ്റ് കാണുന്നത് നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. ശേഷം മ്യൂസിയം, ഇവിടെ ശംഖുമുഖത്തെ ഒരു കൽമണ്ഡപം, അതിനുശേഷം കോവളം ബീച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാളയം മുസ്ലിം പള്ളി, അതുപോലെ പാളയം ക്രിസ്ത്യൻ പള്ളി. ഇത്രയും ചിത്രങ്ങൾ തിരുവനന്തപുരത്തിന്റെ ഒരു മുഖ ഛായ അയക്കുന്ന ചിത്രങ്ങൾ ഇതിന്റെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗത്തായിട്ട് ഇതിന്റെ ബാക്ക് ടയർ പോർഷൻ വരുന്നുണ്ട്. ഇവിടെ ഇതിനൊരു എമർജൻസി എക്സിറ്റ് സ്ലൈഡിംഗ് വിൻഡോ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ബ്ലാക്ക് ഗ്ലാസ് പോർഷനു ശേഷം ഇതിന്റെ ചാർജിങ് പോയിന്റ് വരുന്നത് ഈ ഒരു ഓപ്പണിങ്ങിനാണ്. 2 ചാർജിങ് പോർട്ടാണ് വന്നിട്ടുള്ളത്. 2 ചാർജിങ് പോർട്ട് വന്നിട്ടുണ്ട്. 1.5 മണിക്കൂർ ടു 3 മണിക്കൂർ ചാർജ് ചെയ്യുകയാണെങ്കിൽ 250 കിലോമീറ്റർ നമുക്ക് ഓടാൻ സാധിക്കും. ഇത്രയാണ് ഇതിന്റെ ഈ ഒരു സൈഡിലെ ലുക്ക് വരുന്നത്. നമുക്ക് അടുത്ത വശം കൂടെ നോക്കാം.
നമ്മളിങ്ങനെ നോക്കിയെന്ന കൂട്ടത്തില് നമ്മുടെ പഴയ ഗതാഗത മന്ത്രിയുടെ പേര് കണ്ട് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ടോ? ആന്റണി. ഇത് പറിച്ചറിയോ? ഇനി നമുക്ക് പാസഞ്ചർ സൈഡിലെ ലുക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഓവർഹാങ്ങിലാണ് ഡോർ വന്നിട്ടുള്ളത്. നമ്മുടെ പഴയ ഡബിൾ ഡെക്കർ ബസ്സിനൊക്കെ ഒരൊറ്റ സിംഗിൾ ഡോറാണ് വന്നിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിക്ക് 2 ഡോർ ഉണ്ട്. ഓവർഹാങ്ങിൽ ഡോർ ഉണ്ട്, ഏറ്റവും ബാക്ക് ഓവർഹാങ്ങിലും ഒരു ഡോർ വന്നിട്ടുണ്ട്. അതുപോലെ മിറർ ഇവിടെ കാണാം. അതിനുശേഷം ഇവിടെ ഒരു ഫിക്സഡ് ഗ്ലാസ് പോർഷൻ വന്നിട്ടുണ്ട്. വണ്ടിയുടെ മോഡൽ വരുന്നത് EIV22 എന്നുള്ള ഒരു മോഡലാണ് ഈ ഒരു ഇലക്ട്രിക് ബസിന്റെ മോഡൽ എന്ന് പറയുന്നത്. ഇവിടെ എമർജൻസി ഓപ്പണിംഗ് സ്വിച്ച് ഉണ്ട്, വീൽ പോർഷൻ. അതിനുശേഷം ബാക്കിയുള്ളത് സ്ലൈഡിംഗ് വിൻഡോസ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ LED ഡിസ്പ്ലേ ബോർഡ് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അപ്പുറത്തെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സൈഡ് പോർഷനിലൊക്കെ ആയിട്ട് വരുന്നത് വണ്ടിയുടെ ബാറ്ററികളാണ്. 2 സൈഡിലായിട്ടും അതിന്റെ ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബാക്ക് ഡോർ പോർഷൻ ഇവിടെ വരുന്നുണ്ട്, അതിന് എമർജൻസി സ്വിച്ച് ഇവിടെ കാണാം. അതുപോലെ ഇവിടെ കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് ലുക്കിലേക്ക് നോക്കിയാൽ ഒരു ഫുൾ ലെങ്ത് ഗ്ലാസ് ബാക്കിൽ വന്നിട്ടുണ്ട്. അതിൽ താഴെയായിട്ട് LED ഡിസ്പ്ലേ ബോർഡ് ഉണ്ട്, CCTV ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ തൊട്ട് ഇത്ര ഒരു പോർഷൻ ഇതിന്റെ എഞ്ചിന്റെ ഓപ്പണിംഗ് ആണ് വരുന്നത്. ശേഷം സ്വിച്ച് മൊബിലിറ്റിന്റെ പേര് ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്, ബാഡ്ജ് ചെയ്തിട്ടുണ്ട്. ഇത് വരുന്നത് നമ്മുടെ ഹിന്ദുജ ഗ്രൂപ്പിന്റെ അണ്ടറിലാണ്. അവരുടെ ലോഗോയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു 3 റിയർ ലാംപ്സ് വന്നിട്ടുണ്ട്, ഓറഞ്ച് സ്റ്റോപ്പ് ലൈറ്റ്, അതുപോലെ റിവേഴ്സ് ലാമ്പ് 3 വന്നിട്ടുണ്ട്. താഴെ ഒരു റിഫ്ലക്ട് കൊടുത്തിട്ടുണ്ട്. ഈ പോർഷനിലായിട്ട് സെൻസർ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇലക്ട്രിക് ബസ് ആയിട്ട് തന്നെ ബ്ലാക്ക് ഗ്രീൻ നമ്പർ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ മോഡലിന്റെ പേര് EIV22 എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇത്രയാണ് ഇതിന്റെ ഒരു ബാക്ക് ലുക്ക്. ഇനി നമുക്ക് അകത്തെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ഡബിൾ ഡെക്കർ ബസിന്റെ ഇന്റീരിയർ കാഴ്ചകളിലേക്ക് പോകുകയാണെങ്കിൽ ഇന്റീരിയറിൽ താഴെയായിട്ട് 30 സീറ്റുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ ബാക്കിയാണെങ്കിൽ LED ഡിസ്പ്ലേ TV കൊടുത്തിട്ടുണ്ട്. അതുപോലെ കമ്പികൾ കാര്യങ്ങളൊക്കെ ഇതാ ഈ പിടികൾ കൊടുത്തിട്ടുള്ള കമ്പികളാണ്. ഇവിടെ LED ഡിസ്പ്ലേ ബോർഡ് വരുന്നുണ്ട്, എമർജൻസി എക്സിറ്റ്, അടുത്തായിട്ട് ഹാമർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാ സീറ്റുകളിലും സീറ്റ് ബെൽറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കണ്ടാൽ കാണാം, സീറ്റ് ബെൽറ്റ് എല്ലാ സീറ്റിലും വന്നിട്ടുണ്ട്. ചാർജിങ് പോയിന്റ് വന്നിട്ടുണ്ട്. അതുപോലെ സ്വിച്ച്, സ്റ്റോപ്പ് സ്വിച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു സെന്റർ കൂടെ ആയിട്ട് 2 സൈഡിലായിട്ടും ലൈറ്റുകൾ, വാം ലൈറ്റ്സ് ഫുള്ളായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകളിലേക്കുള്ള ഒരു എൻട്രൻസ് ഇവിടെയും, അതുപോലെ അടുത്ത എൻട്രൻസ് വരുന്നത് ഈ ഒരു പോർഷനിലാണ് അതിന്റെ അടുത്ത എൻട്രൻസ് വരുന്നത്. ഒരു എക്സിറ്റ് ഡോർ, ആ ഭാഗത്തേക്കാണ് ഒരു എക്സിറ്റ് ഡോർ വരുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മുകളിലത്തെ ഡക്കിലെ കാഴ്ചകളിലേക്ക് പോവാം. മുകളിലായിട്ട് 35 സീറ്റുകളാണ് ഇതിന്റെ മുകൾ ബെർത്തിൽ ഒരുക്കിയിട്ടുള്ളത്. സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ കമ്പികൾ സൈഡിൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഉള്ളെല്ലാം ഒരു ആഷ് കളറിലുള്ള ഇന്റീരിയർ പെയിന്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. സീറ്റുകളുടെ കളർ നോക്കുകയാണെങ്കിൽ ഗ്രീൻ ആൻഡ് ബ്ലൂ കുഷനിൽ ചെയ്തിട്ടുള്ള സീറ്റുകളാണ്. ഈ എഡ്ജിലിരിക്കുന്ന സീറ്റുകൾക്കൊക്കെ ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഇത്ര ഒരു പോർഷൻ ഈ ഒരു വൈറ്റ് തീമിലാണ് ഇതിന്റെ ഇന്റീരിയർ ചെയ്തിട്ടുള്ളത്. സൈഡിലായിട്ട് 2 ഗ്ലാസ് പോർഷനും ഫ്രണ്ട് വ്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫുൾ ലെങ്ത് ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. അതിൽ ഹാൻഡിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഫ്രണ്ടിലിരിക്കുന്ന സീറ്റുകൾക്കൊക്കെ സീറ്റ് ബെൽറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ CCTV ക്യാമറ, ഈ ഒരു ഫുൾ ലെങ്ത് കിട്ടാനായിട്ട് ഒരു CCTV ക്യാമറ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. നോ സ്മോക്കിംഗ്, ഇവിടെ സ്പീക്കർ കാര്യങ്ങൾ, അനൗൺസ്മെന്റ് സിസ്റ്റത്തിനുള്ള സ്പീക്കർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് സ്റ്റെപ്പ് പോർഷൻ വരുന്നത് ഈ ഒരു പോർഷനിലാണ്. അതിനടുത്തായിട്ട് ഇവിടെ സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എമർജൻസി സ്വിച്ച് കാര്യങ്ങളൊക്കെ ഈ സൈഡിലായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ സീറ്റിലായിട്ട് ഇതാ നോക്കുകയാണെങ്കിൽ USB ചാർജിങ് പോർട്ട് സീറ്റിന്റെ ഈ ഒരു സെൻട്രലായിട്ട് കൊടുത്തിട്ടുണ്ട്. USB ചാർജിങ് പോർട്ട് അവൈലബിൾ ആണ്. ഇനി നമ്മൾ ബാക്കിലേക്ക് വരുമ്പോൾ ഈ ഒരു ബാക്കിലെ സീറ്റ് കുറച്ച് ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഇത്ര ഒരു പൊങ്ങിയ പോർഷനിലാണ് അല്ലേ, ഇത്ര ഒരു പൊങ്ങിയ പോർഷനിലാണ് ഇരിക്കുന്നത്. ബാക്കിയുള്ള ഹൈറ്റിനെക്കാട്ടും കുറച്ച് ഹൈറ്റിൽ നമുക്ക് കിട്ടും. അതുപോലെ ബാക്കിലെ സ്റ്റെപ്പ് പോർഷൻ ഇവിടെ വരുന്നുണ്ട്. അതിന് ശേഷം ഇവിടെ ഫ്രണ്ടിലെ ഭാഗത്ത് തന്നെ ഒരു 2 സൈഡിൽ ഗ്ലാസ് പോർഷനായിട്ടും സെൻട്രലിൽ ഒരു വലിയ ഗ്ലാസ് ആയിട്ടും ഇവിടെ സെൻട്രൽ CCTV ക്യാമറ ഉണ്ട്, LED ഡിസ്പ്ലേ ബോർഡ് ഉണ്ട്. ഇത്രയാണ് ഇതിന്റെ മുകളിലത്തെ ഡെക്കിലെ കാഴ്ചകൾ എന്ന് പറയുന്നത്. നമുക്ക് ഡ്രൈവർ ക്യാബിൻ ലുക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ലെയിലിന്റെ നല്ല അടിപൊളി സ്റ്റിയറിംഗ് വീല് കാണാം. ഇവിടെ LED ഡിസ്പ്ലേ ഔട്ട്പുട്ട് ഉണ്ട്. ഇവിടെ എമർജൻസി സ്വിച്ച് ആണ്. ഇത് ഗിയർ വരുന്നത് ഈ ഇത്രയും പോർഷനിൽ ഇതിന്റെ ഗിയർ ഓട്ടോമാറ്റിക് വണ്ടിയായിട്ട് തന്നെ ഈ ഭാഗത്താണ് അതിന്റെ ഓട്ടോമാറ്റിക് ഗിയർ സ്വിച്ച് വരുന്നത്. ബാക്കിയുള്ള ഡോർ സ്വിച്ച്, ബാക്കിയുള്ള ലൈറ്റുകൾ, ഇൻവേർട്ടർ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു ഡാഷ്ബോർഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായ ഒരു ഡാഷ്ബോർഡിലാണ് ഈ ഇത്രയും ഭാഗം ക്രമീകരിച്ചുള്ളത്. ഇവിടെ സെൻട്രലായിട്ട് ഇതിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വന്നിട്ടുണ്ട്, ലൈറ്റിന്റെ ലോഗോ കാണാം.
അല്ല ബാക്കിയുള്ള സ്വിച്ചുകളെല്ലാം ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് ഉണ്ട്, ഇവിടെ ഒരു മൈക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഡ്രൈവർക്ക് ഫാന്, ഇവിടെ ഒരു ഡിസ്പ്ലേ ബോർഡ് ഈ ഇത്രയും പോർഷനിൽ വന്നിട്ടുണ്ട്. ഉള്ളെല്ലാം ഒരു വൈറ്റ് തീമിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എമർജൻസി സ്വിച്ച് ഉണ്ട്. ബാക്കി ഈ ഒരു ഫ്രണ്ട് പോർഷൻ നോക്കുകയാണെങ്കിൽ ഡാഷ്ബോർഡ് നല്ല മനോഹരമാക്കിയിട്ട് ഒരു മാറ്റ് കളറിൽ ചെയ്തിട്ടുള്ള ഡാഷ്ബോർഡാണ്. അത്യാവശ്യം നല്ല ലെങ്ത് വീതിയുള്ള ഒരു ഡാഷ്ബോർഡാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. ആ ഭാഗത്തൊരു CCTV ക്യാമറ വരുന്നുണ്ട്. അതുപോലെ ഫ്രണ്ട് ഡോറ് പോർഷൻ വരുന്നത് ഇവിടെയാണ്. അപ്പൊ വണ്ടിയുടെ ബാക്കി ഫുൾ സ്പെസിഫിക്കേഷൻസ് കാര്യം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്ക് കേട്ടോ. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ KSRTCയുടെ പുതിയ ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്? എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ എൻ്റെ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെ പുതിയ ബസ് ഇറങ്ങുന്നു, അപ്പൊ നമ്മളവിടെ എത്തിയിരിക്കും. പുതിയ ബസ്സുള്ള വിശേഷമായിട്ട് ഇനിയും കാണാം. അതുവരെയും ബൈ ഫ്രം ബിജു നിലമ്പൂർ.